ഹായ് ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇൻട്രോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇൻട്രോ വീഡിയോ പോയി കാണുവാണെങ്കിൽ നമുക്ക് ഈ ചാനലിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ കിട്ടും. എന്നാലും ഒന്നുകൂടെ പറയാം, ഇതൊരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ആ ഇൻട്രോയിൽ ഒന്നുകൂടെ പോയി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സമയം കളയാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നൊരു ഓവർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഡിവൈസുകളാണ് കോമൺലി വെളിയിൽ എല്ലാവരും അറിയപ്പെടുന്നത്, നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ നമ്മളുടെ വരുന്ന എന്തൊക്കെ ഡിവൈസുകളാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു കോമൺ റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഒരു കൂട്ടത്തെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോടുള്ള അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള പ്രിൻ്റർ, സ്കാനർ, മൊബൈല്, വേറെ എന്തെങ്കിലുമൊക്കെ സ്മാർട്ട് ഡിവൈസുകളുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ കണക്ട് ആവാം. ഒന്ന് വയേർഡായിട്ട് കണക്ട് ചെയ്യാം. ഫോൺ കൊണ്ടുപോയി ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വയേർഡ് കണക്ഷനാണ്. കേബിൾ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അത് വയേർഡ് കണക്ഷനാണ്. ഇതേ ഫോൺ നമ്മൾ വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ അതൊരു വയർലെസ് കണക്ഷനാണ്. സോ രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം. വയേർഡ് കണക്ഷനും ഉണ്ട്, വയർലെസ് കണക്ഷനും ഉണ്ട്. ഓർക്കുക, വയേർഡ് കണക്ഷനും ഉണ്ട്, വയർലെസ് കണക്ഷനും ഉണ്ട്. ഇങ്ങനെ വയർ വെച്ചോ അല്ലെങ്കിൽ വയർ ഇല്ലാതെയോ കുറേ ഡിവൈസുകൾ, കുറേ നെറ്റ്വർക്ക് ഡിവൈസുകൾ, സ്മാർട്ട് ഡിവൈസുകൾ നമ്മളുടെ വൈഫൈയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടിലോട്ടോ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ എന്താണ് മെയിൻലി ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ്? നമുക്ക് നെറ്റ്വർക്ക് ബിൽഡിങ്ങിന് ആക്ച്വലി മെയിൻലി 3 purpose ആണ് ഉള്ളത്. ഒന്ന്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. അതായത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ പറയാം. നമ്മളുടെ വാട്സപ്പ്. നമ്മൾ ഈ വാട്സപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരാളുടെ ഫോണിൽ നിന്ന് വേറൊരാളുടെ ഫോണിലുള്ള വാട്സപ്പിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് ഒരു നെറ്റ്വർക്ക് വഴിയാണ്. അതൊരു ലാൻ നെറ്റ്വർക്കിംഗ് അല്ല, അതൊരു വാൻ ആണ്, വൈൽഡ് ഏരിയ നെറ്റ്വർക്കാണ്. അല്ലെങ്കിൽ അത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി, അതായത് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലോട്ട് വാട്സപ്പ് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് ഒരു നെറ്റ്വർക്കിലൂടെ തന്നെയാണ് നടക്കുന്നത്. അത് ഇൻ്റർനെറ്റിലൂടെയാണ് നടക്കുന്നതെന്ന് മാത്രം. അതായത് ഒരു ലാൻ അല്ല. ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ലാനിലൂടെയല്ല, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ വാട്സപ്പ് മെസ്സേജുകളൊക്കെ പോസിബിൾ ആകുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ. ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പേര് പോലെ തന്നെ എൻ്റെ പഴയ ഡിവൈസ് ഉപേക്ഷിച്ച് പുതിയ ഡിവൈസിലോട്ട് മാറുമ്പോൾ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പുതിയ കമ്പ്യൂട്ടറിലോട്ട് മാറുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറേ ഡേറ്റകൾ അല്ലെങ്കിൽ മൂവീസ്, അതല്ലെങ്കിൽ കുറേ കോൺടാക്ട്സ് ഒക്കെ എൻ്റെ പുതിയ ഡിവൈസിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നെങ്കിൽ കേബിൾ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈഫൈ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്ഫർ നടത്തണം. അതായത് ഈ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുന്നു. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ പഴയ ഫോണിൽ നിന്ന് കോൺടാക്ട്സ് എല്ലാം പുതിയ ഫോണിലോട്ട് കോപ്പി ചെയ്യുന്നു. അതായത് ഡേറ്റ ട്രാൻസ്ഫർ. കമ്മ്യൂണിക്കേഷൻ ഒന്ന്, ഡേറ്റ ട്രാൻസ്ഫർ അടുത്തൊരു പർപ്പസ്. ഇനിയുള്ളത് റിസോഴ്സ് ഷെയറിങ്. അതായത് എൻ്റെ വീട്ടിലിരിക്കുന്ന, എൻ്റെ റൂമിലിരിക്കുന്ന എൻ്റെ പ്രിൻ്ററിൽ എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം, എൻ്റെ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് പ്രിൻ്റ് ഔട്ട് എടുക്കാം, എൻ്റെ പേരൻസിന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. എല്ലാവർക്കും എൻ്റെ റൂമിൽ വന്ന് തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നില്ല. കാരണം ഇത് വയർലെസ് പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വൈഫൈയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ഡിവൈസിലും നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ആ വൈഫൈയുടെ റേഞ്ചിൽ എവിടെ നിന്ന് വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാം. അന്നേരം നമ്മൾ നെറ്റ്വർക്കിംഗ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് നെറ്റ്വർക്ക്സ്, എന്തിനാണ് പർപ്പസ് ഓഫ് നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് നമ്മൾ സാധാരണഗതിയിൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. വയേർഡ് ആണെങ്കിലും വയർലെസ് ആണെങ്കിലും രണ്ടിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്: കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് റിസോഴ്സ് ഷെയറിങ്. ഈ ഞാൻ പറഞ്ഞ പ്രിൻ്റർ മാത്രമല്ല കേട്ടോ, നമുക്ക് തരത്തിലുള്ള റിസോഴ്സ് ആണെങ്കിലും മെമ്മറി ആണെങ്കിലും അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോൾസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ നെറ്റ്വർക്കിങ്ങിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഡേറ്റ ട്രാൻസ്ഫർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസോഴ്സ് ഷെയറിങ്. എക്സാമ്പിൾ പറഞ്ഞ പോലെ പ്രിൻ്റർ, വീട്ടിലിരിക്കുന്ന പ്രിൻ്റർ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് ഷെയറബിൾ ആയിട്ടുള്ള എന്ത് റിസോഴ്സ് വേണമെങ്കിലും ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ വീട്ടിലെ ലോക്കലാണെങ്കിൽ ആ ലോക്കലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലോക്കലായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ നമ്മൾ ലാൻ എന്ന് പറയുന്നത്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ ചെറിയ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെയാണ് ലാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പല ലാനുകൾ, എൻ്റെ വീട്ടിലെ ലാൻ, അപ്പുറത്തെ വീട്ടിലെ ലാൻ, അല്ലെങ്കിൽ 4-5 വീടുകൾ കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ ലാൻ, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഓഫീസിലെ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ അവരുടെ ലാൻ, ഇതെല്ലാം കൂടെ ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അണ്ടറിൽ
നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ നിന്നായിരിക്കുമല്ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. സോ ഇതിനെയെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക്, വലുതായിട്ട് ഉപയോഗിക്കുന്ന, അതായത് മൾട്ടിപ്പിൾ ലാൻഡ്സ് കണക്ട് ചെയ്തിട്ട് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനെ വാൻ എന്ന് പറയാൻ പറ്റും. സോ ലാൻ എന്താണെന്ന് മനസ്സിലായി, വാൻ എന്താണെന്ന് മനസ്സിലായി. ഈ ലാനും വാനും എല്ലാം കൂടി എല്ലാവരും ഒരു വലിയൊരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഇൻ്റർനെറ്റ് എന്ന് പറയും. അതാണ് നമുക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ചെറിയ നെറ്റ്വർക്കുകളും കൂടി ഒരു വലിയ നെറ്റ്വർക്ക് വേൾഡ് വൈഡായിട്ട് എല്ലാവരും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിന് കാരണം ഇൻ്റർനെറ്റാണ്. എൻ്റെ വീട് ഒരു നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ വീട്ടിലുള്ള കമ്പ്യൂട്ടർ, പ്രിൻ്റർ, സ്മാർട്ട് TV, സ്മാർട്ട് ഫ്രിഡ്ജ്, ക്യാമറ, ഇതെല്ലാം എൻ്റെ വൈഫൈയിൽ നിന്ന് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യുന്നത്, നെറ്റ്വർക്ക് സ്പേസ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ ഡിവൈസിലോട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിലെ AC യോട് ഞാൻ പറയുകയാണ് എൻ്റെ വീട്ടിലെ ടെമ്പറേച്ചർ 24 ആക്കി നിർത്താൻ. അങ്ങനെ പറയുമ്പോൾ അത് AC തന്നെ കിട്ടണം. AC കിട്ടണമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ AC പോകണം. ഇൻ്റർനെറ്റിലെ ഓരോ കമ്മ്യൂണിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരു യുണീക്ക് ID വെച്ചിട്ടാണ്. ആ യുണീക്ക് ID എന്ന് പറയുന്നത് നെറ്റ്വർക്ക് റൗട്ടറിന് മനസ്സിലാകണം. AC എന്ന് പറഞ്ഞാൽ ഇവനാണ്, സ്മാർട്ട് TV എന്ന് പറഞ്ഞാൽ ഇതാണ്. അന്നേരം ഇവർക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ നമ്പറിനെ നമ്മൾ ഒരു അഡ്രസ്സായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് AC ഒരു അഡ്രസ്സ്, സ്മാർട്ട് TV ഒരു അഡ്രസ്സ്, ക്യാമറയ്ക്ക് വേറൊരു അഡ്രസ്സ്. എൻ്റെ റിക്വസ്റ്റ് അത് ഏത് ഡിവൈസിലോട്ട് ഫോർവേഡ് ചെയ്യണമെന്ന് ആ അഡ്രസ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ റൗട്ടർ തീരുമാനിക്കുന്നത്. ആ അഡ്രസ്സിന് പറയുന്ന പേരാണ് IP അഡ്രസ്സ്. നമ്മൾ വാൻ എന്താണ്, ലാൻ എന്താണ് എന്നൊക്കെ പഠിച്ചു. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് ഇൻ ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നെറ്റ്വർക്കാണ്. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നെറ്റ്വർക്കാണ്. ഈ ലാനുകളും വാനുകളും എല്ലാം ചേർന്ന ഒരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്ക് ഒരു വീടിനെയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. സ്കൂളിൻ്റെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഫ്രാഞ്ചൈസിയുടെ നെറ്റ്വർക്കൊക്കെ ഒരു വാൻ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹെഡ് ഓഫീസിലോട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വാനായിട്ട് കൺസിഡർ ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനകത്തൊക്കെ ഒത്തിരി പ്രോട്ടോകോൾസും ഒത്തിരി പലതരത്തിലുള്ള ടെക്നോളജീസും അതിന് വേണ്ടിയിട്ടുള്ളൊരു റൗട്ടിംഗ് മെക്കാനിസം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പയ്യെ നമുക്ക് പഠിച്ച് വളരാം. എന്തൊക്കെ എക്യുപ്മെൻസുകളാണ് നെറ്റ്വർക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്? റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ്ബ്, അല്ലെങ്കിൽ SD-WAN, ഐസ്, ഇങ്ങനെ ഒത്തിരി തരത്തിലുള്ള ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, വിഷമിക്കേണ്ട. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ച് തന്നെ പോവാം. ഞാൻ റൗട്ടേഴ്സാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കുറച്ച് പേരൊക്കെ റൂട്ടേഴ്സ് എന്ന് പറയുന്നത് കേൾക്കാം. പ്രൊനൗൺസിയേഷൻ ഡസൻറ്റ് മാറ്റർ. കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അറിയുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. നമ്മളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ്ബ്, അതല്ലെങ്കിൽ SD-WAN, ഐസ്, DHCP or DNS സെർവേഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജീസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടോ നമുക്കൊരു വലിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതും നമ്മൾ പതുക്കെ നമ്മളുടെ വരുന്ന സെഷൻസിലൊക്കെ നമ്മൾ കവർ ചെയ്യുന്നു പോകുന്നതായിരിക്കും. സ്വിച്ചിൻ്റെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രോട്ടോകോൾസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള റൗട്ടേഴ്സ് ഉണ്ട്, സ്വിച്ചിങ്ങിനകത്ത് തന്നെ റൗട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള സ്വിച്ചസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഒരു റിച്വൽ സെഷൻസ് പോലെ എടുക്കുന്നുണ്ട്. ആക്ച്വൽ റൗട്ടറിലല്ല, ഞാനൊരു EVE-NG സെറ്റ് ചെയ്തിട്ടുണ്ട്. തിയറിറ്റിക്കൽ സെഷൻസും അതുപോലെ തന്നെ ഞാൻ EVE-NG വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാബും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇനിയുള്ള സെഷൻസൊക്കെ മുന്നോട്ട് പോകുന്നത്. റൗട്ടിംഗ് സ്വിച്ചിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഡ് ബാലൻസിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ലോഡ് ബാലൻസറിൻ്റെ വർക്കിംഗ്, എങ്ങനെയൊക്കെ തരത്തിലുള്ള ലോഡ് ബാലൻസേഴ്സ് ഉണ്ട്, നമുക്ക് F5-നെ കുറിച്ചും അതുപോലെ തന്നെ A10 ലോഡ് ബാലൻസറിനെ കുറിച്ചും ഒക്കെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ സംസാരിക്കാം. അതൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിരിക്കും. അത് ഉടനെ പ്രതീക്ഷിക്കേണ്ട. നമ്മളുടെ ഈ റൗട്ടിംഗ് സ്വിച്ചിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്കിംഗ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. OSI മോഡൽസ് ഒക്കെ വരുന്ന വീഡിയോസിലുണ്ടാവും. ഇൻ്റർനെറ്റ് ടെക്നോളജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. കേബിളിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഹബ്ബ്, സ്വിച്ച്, റൗട്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, ഈ സ്വിച്ചിനകത്ത് വരുന്ന ലൂപ്പിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോട്ടോകോൾസ്, എന്താണ് IP വേർഷൻ 4 എന്താണ്, IP വേർഷൻ 6 എന്താണ്, സബ്നെറ്റിംഗ് എന്താണ്, ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ വീഡിയോ എടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഫേംവെയർ ഞാൻ പറഞ്ഞു, അതായത് ഫോണിനൊക്കെ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നത് പോലെ തന്നെ
നമ്മളുടെ നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സും എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കണം. അതായത് വൾണറബിലിറ്റീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ വൾണറബിലിറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെൻഡറിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ തരം ഫേംവെയർ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ പാച്ച് അപ്ഡേറ്റ്സുകളൊക്കെയാണ് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യേണ്ട വരിക. നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചൊരു ഓവർവ്യൂ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. ബൈ.